ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നായിരിക്കുന്നത് പാലോട് മേളയിലാണ്. പാലോട് മേള തുടങ്ങാറായിട്ടുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ പാലോട് മേള. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങൾ കാർഷിക വിപണന മേളയാണ്. അതുപോലെ തന്നെ ഈ പരിസരത്തൊക്കെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു മേള തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ കന്നുകാലി ചന്ത, വിവിധമായിട്ടുള്ള സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പാനീയങ്ങൾ ലഭ്യമാണ്, പലഹാര കടകളുണ്ട്, വിപണന മേഖലകളുണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കാർഷിക മേളയിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. ഒരുപാട് വലിച്ചു നീട്ടി കാണിക്കുന്നില്ല, കാരണം മേളയിലെ കാഴ്ചകൾ നിങ്ങൾ വന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. മേളകളുടെ കാഴ്ചകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാർഷിക വിപണന മേളയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെടികളും ഭക്ഷ്യവസ്തുക്കളും പിന്നെ വാഹനങ്ങളും അതുപോലെ ഫർണിച്ചറും പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലുള്ള കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മേള ഈ ഒരു ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ അവിടെ മുതൽ ഇങ്ങറ്റം വരെയും നിറയെ കാഴ്ചകളാണ്. ഇടയ്ക്കാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോഴാണ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും റൈഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അത് പിന്നീടാണ് സെറ്റായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യം തന്നെ അത് സെറ്റായിട്ടുണ്ട്. വഴിയിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒന്നും ശക്തമായിട്ടില്ല, അതായത് സജീവമായിട്ടില്ല. ഇനി മുകളിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത്രയും ഇത്രയും സ്റ്റാളുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ റെഡിയാവും. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അതുപോലെ തന്നെയാണ്. ഒരുപാട് സ്റ്റാളുകളൊക്കെ വഴിയിൽ നിന്ന് നമ്മൾ താഴേന്ന് മുകളിൽ അറ്റം വരെ സ്റ്റാളുകളുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും പാലോടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ മേളകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള 10 ദിവസങ്ങൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഈ നാടിന് സമ്മാനിക്കുന്നത്. അത്രയ്ക്കും വലിയൊരു മേളയാണ്. എല്ലാവരും ഇതൊരു നോട്ടിഫിക്കേഷനായിട്ട് സ്വീകരിക്കുക, ഒരു വിജയപ്രദമാക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ിലെ പാലോട് മേളയ്ക്ക് വേണ്ടിയിട്ട് പാലോട് ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എല്ലാം, അതായത് ഈ എപ്പിസോഡിലുള്ള വിഷ്വൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചിത്രീകരിച്ചതാണ്. നിങ്ങളിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. പാലോട് മേള ഫെബ്രുവരി 7 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് കേട്ടോ, ഫുള്ളായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെയും മേളയുടെ ലൈവായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ കാർഷിക വിപണന മേളയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫുഡ് കോർട്ട്, ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുള്ള സ്റ്റോളുകൾ, വാഹന പ്രദർശനം, ഫർണിച്ചറുകൾ, അങ്ങനെ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ പോലെ തന്നെ ഒട്ടും മാറ്റ് കുറയാതെ തന്നെ ഇവിടെ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ഉണ്ട് കേട്ടോ. പിന്നെ സെമിനാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും മറക്കണ്ട, കൂട്ടുകാരുമൊത്ത് ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രാഹി പ്രശാന്ത്.